ഓക്കെ, ഇതാണ് ഇന്നലെ നമ്മൾ താമസിച്ച ഹോട്ടൽ കസാക്കിസ്ഥാനിലെ അറാൽ എന്ന് പറയുന്ന സിറ്റിയിൽ. ഈ ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ നൂർ എന്നാണ്. ഇവിടെ ഏകദേശം ഒരു 20 പൗണ്ട് പെർ നൈറ്റ് അത്രയൊക്കെ വരുള്ളൂ. പിന്നെ നമുക്ക് കാറൊന്ന് വാഷ് ചെയ്യണം. ഇന്നലെ കസാക്കിസ്ഥാനിൽ കുറച്ച് ഓഫ് റോഡൊക്കെ ചെയ്തുകൊണ്ട് കാറ് വാഷ് ചെയ്യണം. പിന്നെ ഈ കസാക്കിസ്ഥാനിലെ ഈ അറാൽ എന്ന് പറഞ്ഞ ടൗണിലെ ഒരു വഴി കൂടെ നടക്കണം. അപ്പം ഞാൻ കുറച്ച് വീടുകൾ കാണിച്ചു തരാം. നമ്മുടെ നാട്ടിലെ റൂഫിംഗ് ഷീറ്റാണ് ഇത് ടോപ്പിൽ വയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഇൻസുലേഷനും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ തണുപ്പത്ത് അധികം തണുപ്പ് തോന്നില്ല, ചൂട് സമയത്ത് അധികം ചൂടും തോന്നില്ല. ഗാരേജ് ഉണ്ട്, വലിയ ഗേറ്റ് ഉണ്ട്. ഇവിടെ ഒരുപാട് കാർ വാഷ് ഉണ്ട്. കാറെല്ലാം സെൽഫിലാണ് വാഷ് ചെയ്യണം. നമ്മൾ പൈസ ഇട്ടിട്ട് സെൽഫിൽ വാഷ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് പൈസയൊക്കെ സംഘടിപ്പിക്കണം. ഞങ്ങൾ കാർഡ് വെച്ച് പേ ചെയ്യണോണ്ടേ ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് അങ്ങനെ ഇല്ല. അപ്പോൾ ഒന്ന് ഒരു ATM കുറച്ച് പൈസ എടുത്തിട്ടാണ്. നല്ല വീടല്ലേ ഈ കാണുന്നത്. എല്ലാം റൂഫിംഗ് ഷീറ്റ് വെച്ചിട്ടാണ് ഇവിടുത്തെ പരിപാടികളെല്ലാം. നമ്മുടെ നാട്ടിൽ അതേ റൂഫിംഗ് ഷീറ്റ്. എല്ലാ വീട്ടിലും AC വേണം. തണുപ്പിൻ്റെ സമയത്ത് തണുപ്പും ചൂടിൻ്റെ സമയത്ത് നല്ല ചൂട്. ഇവിടുത്തെ റോഡ് സർഫേസിങ് ഒന്നുമില്ല, പക്ഷേ ഒരു നല്ല ഓഫ് റോഡറാണെന്നുണ്ടെങ്കിൽ അങ്ങ് പൊക്കോളും. ഏത് തണുപ്പ് സമയത്തും മഴയായാലും. ഇടയ്ക്ക് മഴ പെയ്യും. ഇന്നലെ മഴ പെയ്തായിരുന്നു, അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. ഇവിടുത്തെ റോഡ് ഇങ്ങനെയാണ്. മഴ പെയ്താലോ സ്നോ ഉണ്ടായാലോ ഒക്കെ വലിയ പണിയായിരിക്കും. ടാറിങ് ഇല്ല, കുറച്ച് ഹാർഡ് കോർ കൊണ്ടുവന്നിടും. അതാണ് റോഡ്. പിന്നെ റോഡ് മാർക്കിംഗ് ഒന്നുമില്ല. ഇത് അകത്തെ റോഡുകളാണ് കേട്ടോ. ഇപ്പം ഒരു റോഡൊക്കെ ആയാലും ഇങ്ങനെ തന്നെ കിടക്കുള്ളൂ. നാഷണൽ ഹൈവേസ് മാത്രമേ ഇവർ ഒരുവിധം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൂ. അതും ഒരുപാട് ലോറികളൊക്കെ പോയി ആ ലോറി പോയ വഴിയിൽ ലോഡ് കൂടുതലായതുകൊണ്ട് ഒരു ടാറൊക്കെ താന്ന് പോയി. ഗ്യാസ് പൈപ്പ് ലൈനാണ് ആ യെല്ലോ വീടിൻ്റെ കോർണറിൽ കൂടെ പൊങ്ങിപ്പോയിക്കണത്. ഈ തെർമൽ ഇൻസുലേഷൻ കണ്ടോ ഒട്ടിച്ച് വെച്ചേക്കണുണ്ടോ ഹൗസിന്. പിന്നെ എയർ കണ്ടീഷണർ വേണം എല്ലാ വീട്ടിലും. പിന്നെ ഇവിടെ എല്ലായിടത്തും ഇൻ്റർനെറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. വൈഫൈക്കൊക്കെ സ്പീഡ് കുറവാന്നേ ഉള്ളൂ. പിന്നെ ഈ ഇൻഫ്രാസ്ട്രക്ചർ കുറച്ച് മോശമാണ് കസാക്കിസ്ഥാനിൽ. ഹൈവേസൊക്കെ ഉണ്ട്. എത്ര വലിയ ഹൈവേ കൂടെ പോയാലും ബാഡ് റോഡ്സും കുണ്ടും കുഴിയൊക്കെ ആയിട്ട് കിടക്കും. നല്ല വിട്ടുണ്ട് കേട്ടോ. ഒരു 3 ലൈൻ ഹൈവേക്കുള്ള വിത്താണ് ഈ ഇൻറ്റീരിയർ റോഡിന് ഇവർ കൊടുത്തേക്കണം. ഒരുപാട് പ്ലാനിങ്ങോടുകൂടിയാണ് ഇവിടെ ഈ റോഡൊക്കെ വെച്ചേക്കുന്നത്. തെർമൽ ഇൻസുലേഷൻ ചെയ്ത് വെച്ചേക്കുക. പിന്നെ വിൻഡോ എല്ലാം നമ്മുടെ PVC വിൻഡോ, ഡബിൾ ഗ്ലേസ്ഡ്. വിൻ്ററിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ നമുക്ക് അധികം ഡ്രൈവിങ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ അധികം ഓഫ് റോഡ് വണ്ടികളല്ലാത്ത ഓർഡിനറി കാറുകളും ഇതിലേ ഉണ്ട്. പിന്നെ ലാഡ കാറുകൾ ഏതിലെ വേണമെങ്കിലും ചാടി കയറി പൊക്കോളും. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന ജിപ്സിയിൽ, ഇപ്പം ജിമ്മി, അതേപോലത്തെ ഒരു സാധനമാണ് റഷ്യൻ റാഡ കാറുകൾ. അത് ഒരുപാട് ഇതിലേ ഉണ്ട് കേട്ടോ. അവരുടെ തന്നെ വാനുണ്ട്, റഷ്യൻ വാനുകൾ, 4 വീൽ ഡ്രൈവ് വാനുണ്ട്. പിന്നെ കമാസ് എന്ന് പറയുന്ന ട്രക്കുണ്ട്. അതൊക്കെ ഏതിലേയും പോകും. അങ്ങനത്തെ ട്രക്കുകളൊക്കെ ആയിരുന്നു പണ്ട് ഇന്ത്യൻ മിലിറ്ററി റഷ്യയുടെ നിന്ന് മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ടാറ്റ ലൈലാൻഡൊക്കെ ഉണ്ടാക്കി തുടങ്ങിയില്ലേ മിലിറ്ററിക്ക് വേണ്ടിയിട്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇവിടെ മിക്കവാറും ഒരു സാധനങ്ങളൊക്കെ ഹോളിഡേയാണ്. പിന്നെ ഇവർ നൈറ്റ് കുറേയും കൂടി ആക്റ്റീവാണ്. ലേറ്റ് നൈറ്റ് മിഡ് നൈറ്റ് കഴിഞ്ഞാലും കടകളും ഒക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ മോർണിംഗ് ഇവർ എഴുന്നേക്കാൻ കുറച്ച് സമയമെടുക്കും. അത് റഷ്യയിലും അങ്ങനെ തന്നെയാണ് ഉണ്ട്. ഒരു 11 o'clock ആകുമ്പോഴേക്കും ആക്റ്റീവ് ആവുന്നുള്ളൂ. കാർ കയറ്റിടാൻ വലിയ ഗാരേജ് ഉണ്ട്. പെട്രോളിൻ്റെ വിലയൊക്കെ 39p ഉള്ളൂ കേട്ടോ. അതായത് ഏകദേശം നമ്മുടെ നാട്ടിൽ 39 രൂപ 40 രൂപയേ ഇവിടെ വിലയുള്ളൂ പെട്രോളിന്. അതുകൊണ്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും എത്ര വലിയ വണ്ടി വേണമെങ്കിലും ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കാം. ജോബി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് പോവാം. കാർ ഇന്നലെ പോയി ആകെ ചെളി പിടിച്ചിരിക്കുക. അപ്പം നമുക്ക് ഇന്നൊന്ന് വാഷ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടുത്തെ പോലീസ് ഫൈൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഹോട്ടൽ നൂർ. എന്നാ തുറന്നേ. റിസപ്ഷൻ ഞാൻ പറഞ്ഞില്ലേ
11 മണിയാവാണ്ട് ഇവിടെ ആരും വരില്ല. ഞങ്ങൾ കീ ഒക്കെ ഇവിടെ വെച്ചു, റിസപ്ഷനിൽ വെച്ചിട്ട് ഞങ്ങൾ സ്ഥലം വിടാൻ പോവാം. ഇതാണ് ഹോട്ടൽ നൂർ. 3-4 കീ ഇവിടെ റിസപ്ഷനിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ ആരെയും ഡിസ്റ്റർബ് ചെയ്യേണ്ട കാര്യമില്ല. ഇന്നലെ ഓൾറെഡി പെയ്ഡാണ്, നമ്മളുടെ ബില്ലെല്ലാം പെയ്ഡാണ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ അവിടെ ഒരു റഷ്യൻ വണ്ടി കിടക്കുന്നുണ്ട്. ഓട്ടോ ഓടിപ്പോയല്ലോ. ഇന്നത്തെ യാത്ര തുടങ്ങാണ്. ഇപ്പം സമയം ഏതാണ്ട് 9 മണിയായി. കണ്ടോ ഒട്ടകം വരുന്നുണ്ട. ഇവിടെ ആരും വണ്ടി ഓഫ് ചെയ്യാറില്ല കേട്ടോ, ഭയങ്കര ചൂടായതുകൊണ്ട്. ഇപ്പം തന്നെ ഏകദേശം ഒരു 30 ഡിഗ്രി ആയിട്ടുണ്ട്. നമ്മൾ ATM പോയി കുറച്ച് പൈസ എടുക്കാൻ പോവാം. കാറൊന്ന് വാഷ് ചെയ്യാം. പിന്നെ ഇന്നത്തെ അക്കോമഡേഷനും ഫുഡൊക്കെ പൈസ കൊണ്ട് കഴിക്കാം. നമ്മൾ കാർഡ് എടുക്കണ സ്ഥലം നോക്കി നടക്കാൻ നിൽക്കണ്ട. മിക്കവാറും ATMകൾ ബാങ്കിൻ്റെ ഇൻസൈഡാണ് വെച്ചേക്കണത്. അതുകൊണ്ട് ബാങ്ക് ഓപ്പൺ ആയാലേ ATM ഓപ്പൺ ആവുള്ളൂ. അതാണ് പ്രശ്നം. നമ്മുടെ അവിടുത്തെ മാതിരി ഔട്ട് സൈഡിൽ ഇങ്ങനെ വോളിലൊന്നും വെച്ചിട്ടില്ല. ഇവിടെ ക്യാഷ് ഇക്കണോമിയാണ്. ഇവിടെ എല്ലാവരും ക്യാഷ് കൊടുത്താണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എന്നാലും കാർഡ് ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ ഗൂഗിൾ പേ പോലത്തെ എന്നിട്ട് കാസ്പി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇന്നലെ ഞാനത് ലോഗിൻ ചെയ്യാൻ നോക്കി. അത് റഷ്യനിലാണ്. ഇവിടെ ലോക്കൽ മൊബൈൽ നമ്പർ ഉള്ളതുകൊണ്ട് അതൊക്കെ ലോഗിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ആകെയുള്ള പ്രശ്നം ഈ റഷ്യൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ പലതും നമ്മുടെ കൈ വിട്ടു. കസാക്കിസ്ഥാൻ്റെ അറാൾ എന്ന് പറയുന്ന സിറ്റിയിൽ ഇൻറ്റീരിയർ റോഡിൽ അങ്ങനെ ചപ്പ് ചവറ് കാര്യങ്ങളൊന്നുമില്ല. ഇത് അത്ര പുവർ കൺട്രി ഒന്നല്ല കേട്ടോ, ഓയിൽ റിച്ച് കൺട്രിയാണ് ഇത്. ഇഷ്ടംപോലെ ഓയിലുണ്ട് ഇവർക്ക്. കാസ്പിയൻ സീയുടെ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉള്ളത് മിഡിൽ ഈസ്റ്റ് കഴിഞ്ഞാൽ ഇവിടെയാണെന്നാണ് പറയുന്നത്. ഇവർ റഷ്യ ത്രൂ ആണ് ഇവരുടെ ഓയിൽ എക്സ്പോർട്ടുകളെല്ലാം മിഡ് ഏഷ്യയിലേക്കും. ചൈനയാണ് ഇവരുടെ മെയിൻ ബയർ. കണ്ട റഷ്യൻ ട്രക്ക് തന്നെ ഉണ്ട്. കടകളെല്ലാം നാട്ടിലെ പോലെ തന്നെ ടയർ കടകളും ചെറിയ ചെറിയ കടകളും. നേരം വെളുത്ത് 9 മണിയായിട്ടുള്ളൂ. ടെമ്പറേച്ചർ 33 ഗൾഫിലെ പോലെ തന്നെ ഇവിടെ ഏകദേശം ആ ഒരു വെതറാണ്. അവിടുത്തെ പോലെ തന്നെ തണുപ്പുള്ള സമയത്ത് നല്ല തണുപ്പും, ഗൾഫിലെ പോലെ തന്നെ ഒരു 37-38 ഡിഗ്രിയൊക്കെ ഈ സമയത്ത് വരും. ഗൾഫിൽ തന്നെ 48 വരുമല്ലോ. 48 കഴിഞ്ഞാൽ പിന്നെ അവർ ഡിക്ലെയർ ചെയ്യാണ്ട് വയ്ക്കും. ഈ യെല്ലോ പൈപ്പുകളെല്ലാം ഗ്യാസ് കണക്ഷൻ കൊടുത്തേക്കണത് വീടുകളിലേക്ക്. അത് ഇവിടെ റഷ്യയിലും കസാക്കിസ്ഥാനിലും ജോർജിയയിലും ഒക്കെ ഈ ഒരു പരിപാടിയാണ്. കിർഗിസ്ഥാനിലൊക്കെ അതൊരു റഷ്യൻ സ്റ്റൈല് പണ്ടത്തെ. അതൊക്കെ 90s ഒക്കെ ചെയ്തതായിരിക്കും. USSR ഉണ്ടായിരുന്നു. ഇതാണ് കസാക്കിസ്ഥാൻ പോസ്റ്റ് ഓഫീസ്. ഇവിടെ ഒരു ATM കൗണ്ടർ ഉണ്ട്. ഇവിടെ വന്നതാണ്. പക്ഷേ ഇവിടെ ATM ഇപ്പോൾ ഓപ്പറേഷണലല്ല. ഇപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇവിടെ ഒന്നും നടക്കില്ല. ഇതാണ് ഹോം ക്രെഡിറ്റ് ബാങ്കിൻ്റെ ഓഫീസും ഉണ്ട്. അതും നടക്കണില്ല. ഈ കസാക്കിസ്ഥാൻ പോസ്റ്റ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത 1499, ഏകദേശം 500 years മുമ്പ് തുടങ്ങിയതാണ്. അവിടെ ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കറിയില്ല കേട്ടോ അത് എന്താന്ന്. എന്നെ കൊല്ലേ അതിനി അത് തെറ്റാണെങ്കിൽ. ഇവിടുത്തെ പിള്ളേരൊക്കെ ഇങ്ങനെ ചെറിയൊരു ഇലക്ട്രിക് സ്കൂട്ടറിലാണ് നടപ്പ്. എന്താ ട്രെയിൻ സ്റ്റേഷനിൽ ഗുഡ്സ് ട്രെയിൻ പിടിച്ചിട്ടേക്കണ. പുതിയ വീടുകൾ പണിത് വെച്ചേക്കുന്നുണ്ട്.
ബ്ലൂ റൂഫിംഗ് ഷീറ്റായിട്ട്, അപ്പുറത്തെ സൈഡിൽ റെഡ് റൂഫിംഗ് ഷീറ്റായിട്ടുള്ളത് പണിത്. ഓക്കെ, താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് അസ്. ഈ ചേട്ടനാട്ടോ ഞങ്ങളെ ക്യാഷ് മെഷീൻ കാണിച്ചു തന്നത്. ഇവിടെ ഒരുവിധം ക്യാഷ് മെഷീൻ ഒന്നും വർക്ക് ചെയ്യണില്ല. എന്നിട്ട് നമ്മൾ ഒരു 30,000 ടാങ്ക് എടുത്തു. അത് ചുരുങ്ങിയത് ഒരു 30 പൗണ്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കാറ് വാഷ് ചെയ്യാനാണ്. ആള് ടാക്സി ഡ്രൈവർ. ആളുടെ കാമറി ആയത്. കാമറി യെസ്. വെർ യു ബൈ ഫ്രം ദിസ് കാർ? ഇറ്റ്സ് ഫ്രം മിഡിൽ ഈസ്റ്റ്. യു ബ്രിങ് in Georgia. Georgia. Yes. From Georgia, you get from Dubai? No, USA. Oh, USA. From USA. Okay, USA, Georgia, Kazakhstan. Arab. Yeah, Arab. How much it cost you in Georgia? $4,000. $4,000. വെരി ഗുഡ് വാല്യൂ. സോപ്പൊക്കെ ഇട്ട് കുതിർത്താൻ വേണ്ടി വെച്ചേക്കാണ്. ഇന്നലെ ഒരുപാട് മടി റോഡിൽ കൂടെ പോയി. ഈ കാറ് ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഫൈൻ അടിച്ചു തരും ഇവിടുത്തെ പോലീസ്. അതുകൊണ്ടാണ് നമ്മൾ കഴുകണത്. 5 പൗണ്ട് ആവട്ടെ അവിടെ കാറ് വാഷ് ചെയ്യാനായിട്ട്. റഷ്യൻ കണ്ടോ, നല്ല സൂപ്പർ ജീപ്പല്ലേ. എൻ്റെ പേരെനിക്കറിയില്ല, അത് ഗൂഗിളിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇതുപോലെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കുന്നുണ്ട്. ജി ഗ്രാസ് എന്ന് പറയുന്ന ആ ഷോപ്പിലാണ് കാറ് വാഷ് ചെയ്യുന്നത്. അടച്ചിട്ട് വാഷ് ചെയ്യുന്നത് നമ്മുടെ വണ്ടി. പിന്നെ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ ഒരു റെസ്റ്റോറൻ്റാന്ന് തോന്നുന്നു. പിന്നെ ഇവിടെയാണ് പെട്രോൾ സ്റ്റേഷൻ. ഇവിടുത്തെ പെട്രോളിന് ഏതാണ്ട് 40p ഉള്ളൂ വില. ഇപ്പോൾ ഈ പോണ കാറ് കണ്ടോ, നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു 118 ഉണ്ടായിരുന്നില്ലേ, ഇത് ലാഡയുടെ ഒരു കാറാണ്. അത് 89-ലൊക്കെ വന്ന 118 അതുപോലെ ഇരിക്കുന്നില്ലേ ഇത് അതുമാതിരത്തെ കാറുകൾ. കസാക്കിസ്ഥാനിലെ വീടുകളാണ്. കണ്ട, തെർമൽ ലോസ് ഇല്ലാണ്ടിരിക്കാനാണ് ഇവർ ഈ വിൻഡോയിൽ ഇങ്ങനെ ഒരു തെർമൽ കർട്ടൻ ഒട്ടിച്ചേക്കുന്നത്. ചില വീടുകൾക്ക് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഈ വീടൊക്കെ ഇങ്ങനെ ഇരിക്കുമെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല, കാരണം ഇതെല്ലാം ഇൻസുലേറ്റഡാണ്. ഈ റൂഫിംഗ് ഷീറ്റ് വെച്ചെങ്കിലും അടിയിൽ ഇൻസുലേഷൻ ഉണ്ട്. ഇന്ത്യ ഇവരൊരു ഗേറ്റ് വെക്കാൻ പോവാ ഇവിടെ ഈ കോമ്പൗണ്ടിന്. ഇവിടെ എല്ലാ വീടുകൾക്കും ഇന്ത്യ. ഇതാണ് ഗ്യാസ് സപ്ലൈയുടെ പൈപ്പ്, കണ്ടില്ലേ? കസാക്കിസ്ഥാനിൽ എല്ലായിടത്തും ഉണ്ടാവും ഇങ്ങനെ ഗ്യാസ് സപ്ലൈ. ആ മേലത്തെ ട്യൂബിൽ കൂടെ ഗ്യാസ് വയ്ക്കണേ. ഇതൊക്കെ സപ്പോർട്ടിങ് ട്യൂബുകളാണ്. റോഡുകളുടെ മെയിൻ്റനൻസ് വെരി പുവറാണ്. പക്ഷേ ഏതിലെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഇല്ലാണ്ട് ഇവർ ആരോടും കംപ്ലൈൻറ്റ് പറയാണ്ട് ചാടിച്ചോടിച്ച് കൊണ്ടുപോയിക്കോളും വണ്ടികൾ. ഒരു ചെറുക്കൻ വന്നുണ്ട്, അവന് എന്നെ ചാടക്കിയിട്ട് കുത്താവും വീഡിയോ എടുത്തിട്ട്. ഇവരെല്ലാം ഗേറ്റൊക്കെ വെച്ച് സെക്യൂർ ആക്കിയിട്ടുണ്ട്. കാറെല്ലാം അകത്തിടും. കസാക്കിസ്ഥാൻ വെരി സേഫ് കൺട്രിയാണ് ട്രാവൽ ചെയ്യാനായിട്ട്. എല്ലാവരും വെരി ഫ്രണ്ട്ലിയാണ്. വുഡ് ബർണർ വെച്ചാണ് കത്തിക്കണമെന്ന് തോന്നുന്നു. ഇതാണ് വീടിൻ്റെ കോമ്പൗണ്ട്. ഞാൻ അകത്തേക്ക് പോണില്ല, പട്ടിയൊക്കെ ഉണ്ടാവേ അകത്തേക്കൊക്കെ കയറി ചെന്ന് കഴിയുമ്പോഴേ പിടിച്ച് കടിച്ചാൽ പിന്നെ വാക്സിൻ എടുക്കാൻ തുടങ്ങും. ഗ്യാസ് കണക്ഷൻ പോയിക്കണണ്ട, എല്ലാ വീട്ടിലേക്കും ഉണ്ട് ഇങ്ങനെ ഗ്യാസ് പൈപ്പ് ലൈൻ.
ആരെങ്കിലോട് സംസാരിക്കണമെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വയ്ക്കണം, സമയമെടുക്കും. ഇവിടെ കാറുകൾ വരുന്നത് മിഡിൽ ഈസ്റ്റ്, അമേരിക്ക, അവിടെ നിന്ന് USA എന്നൊക്കെ ജോർജിയ വരെ കൊണ്ടുവരും. ജോർജിയക്കാരാണ് ഇതിൻ്റെ ആശാന്മാർ. കാറുകൾ മേടിക്കാനായിട്ട് കൊണ്ടുവന്ന് സബ് വിൽക്കാനായിട്ട് കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, റഷ്യ അവിടെയൊക്കെ സബ് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ജോർജിയൻ ബോർഡർ കിടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കുറേ കാറുകൾ ട്രാൻസിറ്റ് എന്നും പറഞ്ഞ എഴുതി ബോർഡ് വെച്ചിട്ട് കൊണ്ടുപോകണത്. അപ്പോൾ റഷ്യയിൽ ടാക്സ് തരില്ല. കണ്ട ഇങ്ങനെയാണ് വീടിൻ്റെ കൺസ്ട്രക്ഷൻ. പഴയ വീടാട്ടോ ഇത്. അതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തേക്കണമെങ്കിൽ ഒരു തരം ഒരു കമ്പുകളാണ് ഉള്ളിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വെച്ചേക്കുന്നത്. എന്നിട്ടാണ് ഈ സാധനം അതിൻ്റെ മേലെ മഡ് വെച്ച് തേച്ച് വെച്ചേക്കുന്നത്. ഇത് നല്ല പഴക്കമുള്ള വീടാണ്. രണ്ട് സൈഡിലും ഗ്യാസ് പൈപ്പ് ലൈൻ പോയിട്ടുണ്ട്. എല്ലാ വീട്ടിലും വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി, എയർ കണ്ടീഷണർ ഇല്ലാണ്ട് പറ്റില്ല. കാരണം ഇപ്പം തന്നെ ഒരു 34 ഡിഗ്രി ഒക്കെ ആയി. ഇപ്പം സമയം 11 മണിയായിട്ടുള്ളൂ. പണിയുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. വഴി തെറ്റിപ്പോവും. ഞാനിങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഞാൻ ഫോൺ എടുത്തുകൊണ്ട് വന്നില്ല. ഫോൺ ജോബിയുടെ കയ്യില്ല. വഴി തെറ്റിപ്പോയാൽ ഞാൻ കസാക്കിസ്ഥാനിൽ പെട്ടു. അങ്ങ് കിടക്കായി വില്ലേജ്. ഇനി ഞാൻ തിരിച്ചു പോയില്ലെങ്കിൽ പണിയാവും. ടയോട്ടയുടെ കാറുകളുണ്ട്. വീടുകൾക്ക് നല്ല ഗേറ്റൊക്കെ ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ട് വെച്ച കാറ് കയറാവുന്നതും ഒരാൾക്ക് നടന്ന് കയറാവുന്ന ചെറിയ ഗേറ്റും ഉണ്ട്. ഇവരെല്ലാ വണ്ടി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കും. ഇവിടെ അങ്ങനെ പൊല്യൂഷൻ്റെ പ്രശ്നമോ യൂറോ 6 വേണമെന്നോ ഭാരത് 6 വേണമെന്നോ ഒന്നും നിർബന്ധമില്ലാത്ത ഒരു കൺട്രി ആയിരിക്കും. പണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പറയാറില്ല 50 രൂപയ്ക്ക് പെട്രോൾ, അതിലും താഴെ ഇവിടെ കിട്ടുന്നുണ്ട്. കാര്യം ഒരു പെട്രോൾ പ്രൊഡക്ഷൻ കൺട്രി. നെയിം это Асыл. Асыл. Анди? Бахичан. А вы? Nobi, да? Yeah. Ананди. What's your name? Your name? Это Гульнас. Gulnaz. Yes. Gulnaz daughter ഇവിടെ എല്ലാവരും വന്നു. India. Yeah. Okay. India. Hello, India. Hello, India. Hello, India. Nobi. My name is Nobi. Yeah. Nobi? Yeah. You watch movies, Indian movies, Indian cinema. Да. Yeah, yes. My name is Siri. Sirek. Oh, you understand English. Merek. Okay. Bachchan. And Asıl. okay. Hello, India. Nice car. I like this car. Да. Yes. Машина, ма? Yes. Okay. Bye. Bye. Телевизор показываем. Нет. Photo. Yeah. Бобби, вы one? Yeah. Қалғандар қайда? What is that? Sister там нету, да? Sister, Brother. Okay. Yes. Да. നമ്മൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നാണ് ഇവര് പറയുന്നത്. ഓക്കെ, താങ്ക് യു. Okay, ബൈ. Bye. വളരെ സ്നേഹമുള്ള ആൾക്കാർ. അവര് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അവരുടെ പിള്ളേരൊക്കെ ഇപ്പോൾ എഴുന്നേറ്റ് വരണുള്ളൂ കേട്ടോ. ടൂത്ത് പേസ്റ്റ് ബ്രഷൊക്കെ കൊണ്ടാണ് പുറത്തേക്ക് വന്ന 2 പെൺപിള്ളേർ. അതായത് ഇവിടെ 11 മണിയായിട്ട് എഴുന്നേക്കുള്ളൂ തോന്നുന്നു. ഇവിടുത്തെ വിലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000-ലൊക്കെ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു പ്രൈസില്ലേ, അതാണ് ആ പെട്രോൾ പ്രൈസും അന്നത്തെ ഫുഡിൻ്റെ പ്രൈസും ഒക്കെ ഉള്ളൂ ഇവിടെ. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചിട്ടൊക്കെ ഇറങ്ങിയാൽ ഒരു 10 പൗണ്ടൊക്കെ ആവുള്ളൂ. പിന്നെ ലിവിങ് കോസ്റ്റ് കുറവാണ്. അതുകൊണ്ട് ഒരുപാട് ഇന്ത്യൻസ് ഇവിടെ ഹോളിഡേയ്സിന് വരുന്നുണ്ട്. റഷ്യൻ ട്രക്കാണ് കമാസ്. പണ്ടുണ്ടായിരുന്ന പ്രീമിയർ പത്മിനിയുടെ 118 ഉണ്ടായിരുന്നില്ലേ, അങ്ങനത്തെ കാറുകളാണ് പോണത്. അറാൽ സിറ്റിയുടെ താങ്ക് യു കം അഗെയിൻ ബോർഡ് കേട്ടോ. ഇപ്പം നമ്മൾ മോട്ടോർവേയിൽ വന്നു. ഇനി നമ്മുടെ ചൈനീസ് ബോർഡറിലേക്ക് നമുക്കൊരു 1500 കിലോമീറ്റർ കൂടി പോയാൽ മതി. അവിടെ നമുക്ക് വേണ്ടി ചൈനീസ് ഗൈഡ് പേപ്പർ വർക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 90 km/h സ്പീഡ് ഇതിലെ പോകാൻ പറ്റും. ഇഷ്ടംപോലെ പെട്രോൾ പങ്ക് ഉണ്ട്. പിന്നെ ഒരു ഡ്രൈ പോലെ തോന്നും, എന്നാലും വെള്ളത്തിന് സൗകര്യക്കുറവോ ഒന്നുമില്ല. ഈ സൈഡിൽ കാണുന്നത് ഒരു ഖബറിസ്ഥാൻ. അത് ഓരോ ഫാമിലിയുടെ ഒക്കെയാന്ന് തോന്നുന്നു. പോലീസിന്റെ ചെക്കിംഗ് ഉണ്ട്. ഇതാണ് പോലീസിന്റെ ചെക്കിങ്. പോലീസ് സ്റ്റേഷൻ ആട്ടോ, പോലീസ് ചെക്ക് പോയിന്റ്. ഒട്ടകങ്ങള്
ഒട്ടകങ്ങളുടെ ഹർത്താലാണ് ഇത്. എന്താ അവര് ഓടിപ്പോയി. പോയില്ല, കുറച്ച് പേര് ഫ്രണ്ടിൽ തന്നെയുണ്ട്. ഓ അവരുടെ വാട്ടർ സൂക്ഷിക്കുന്ന സ്ഥലമല്ല അത് പൊങ്ങിക്കണത്. ഇവിടെ ഒരുപാട് ഒട്ടകങ്ങളുണ്ട്, കണ്ടില്ലേ? അതുങ്ങളിങ്ങനെ തിരിഞ്ഞ് നടക്കുക. എല്ലാത്തിൻ്റെയും കഴുത്തിൽ ഒരു ചെയിൻ പോലത്തെ ഒരു സാധനം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആരുടെയോ ആണ്. പിന്നെ ഇവിടുത്തെ ആൾക്കാർ സംസാരിക്കുന്നത് കസാക്ക് ലാംഗ്വേജ് ആണെങ്കിൽ ഒരു റഷ്യൻ വേർഷൻ കസാക്ക് ലാംഗ്വേജാണ്. അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേഷനിൽ നമ്മൾ റഷ്യൻ ഇട്ട് കൊടുത്താലും അവർക്ക് മനസ്സിലാവും. പിന്നെ റഷ്യൻ ലെറ്റേഴ്സൊക്കെ പോലെ തന്നെ ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ ആകെ 2 മില്യൺ എങ്ങാണ്ട പോപ്പുലേഷനുള്ളൂ. വലിയൊരു രാജ്യമാണ്. ഞങ്ങൾ 2 ദിവസം എടുത്തിട്ടും പകുതിയായിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു രാജ്യത്ത് 2 മില്യൺ പോപ്പുലേഷൻ ഉള്ള ഇവിടെ കാറ് വൃത്തിയില്ലാണ്ട് കൊണ്ടുനടന്നു കഴിഞ്ഞാൽ പോലീസ് കൈ കാണിക്കും, ഫൈനടിക്കും. അതുകൊണ്ട് ഞങ്ങൾ കാറൊക്കെ വാഷ് ചെയ്ത് അടിപൊളിയാക്കി. അവർ ഇങ്ങോട്ട് കാശ് തരണം ശരിക്കും. ഞങ്ങളൊരു 2 ലോഡ് മണ്ണ് ആ കാർ വാഷിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ മണ്ണിൻ്റെ പൈസ നമ്മൾ മേടിച്ചിട്ടില്ല. നാട്ടിലാണെങ്കിൽ നല്ല വിലയല്ല മണ്ണിന്. അത്രയും ചെളി ഉണ്ടായിരുന്നു ഇതിൻ്റെ അടിയിലും. അപ്പോൾ അങ്ങനെ ഇവിടെ കണ്ട ഈ ലോറിയുടെ പുറകിൽ അതിൻ്റെ നമ്പറാണ് എഴുതി വെച്ചേക്കുന്നത്. നമ്പർ പ്ലേറ്റും ഉണ്ടാവും, പിന്നെ ബോഡിയിൽ ഏറ്റവും റിയറിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് കാണാൻ പറ്റും. അതൊരു നല്ല ഐഡിയ അല്ലേ. പിന്നെ ഇവിടെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മറ്റേ ഡേ ടൈം റണ്ണിങ് ലാമ്പ് വേണം. പിന്നെ ഹോഴ്സസ്, ക്യാമൽസ്, പശുക്കൾ ഇതൊക്കെ റോഡ് ക്രോസ് ചെയ്യും എനി ടൈം. ഈ കാണുന്നത് ബൈക്കനൂർ കോസ്മോഡ്രോമാണ് കേട്ടോ. ഇത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനായിട്ട് നാസ കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്. ഇത് കസാക്കിസ്ഥാനിലാണെങ്കിലും റഷ്യൻ മിലിറ്ററിയുടെ ഒരു കൺട്രോളിലാണ് ഈ ഏരിയ. പിന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ബൈക്കനൂർ സ്പേസ് ലോഞ്ച് ടൂറോ അല്ലെങ്കിൽ സിറ്റി ടൂറ്, മ്യൂസിയം ഒക്കെ നമുക്ക് പ്രീ ബുക്ക് ചെയ്തിട്ട് വന്ന് കാണാവുന്നതാണ്. ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങളങ്ങനെ ഈ സൈഡിൽ കൂടെ അങ്ങ് പാസ് ചെയ്ത് പോവാണ്. 1955 റഷ്യ ഇത് ബിൽഡ് ചെയ്ത്, അതായത് പഴയ USSR. പിന്നെ കസാക്കിസ്ഥാൻ 91 സെപ്പറേറ്റ് ആയതിന് ശേഷം റഷ്യ ഇത് 99 ഇയേഴ്സ് ലീസിന് എടുത്തേക്കാണ്. ഏകദേശം ഒരു കുറച്ച് നാൾ കൂടി കഴിയുമ്പോൾ ഈ 10-40 വർഷം കൂടി കഴിയുമ്പോൾ അതിൻ്റെ ലീസൊക്കെ കഴിയും. ഈ ബൈക്കനൂർ കോസ്മോഡ്രോം സ്ഥിതി ചെയ്യണത് ഈ RL സിറ്റിയിൽ നിന്ന് നമ്മൾ തുർക്കിസ്ഥാനിലേക്കുള്ള റൂട്ടിലാണ്. അപ്പോൾ M32 മോട്ടോർ വേ കൂടെ അല്ലെങ്കിൽ ഹൈവേ കൂടെ പോകുമ്പോഴാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇത് കാണാൻ പറ്റുക. ഈ കസാക്കിസ്ഥാൻ ആകെ 2 പേരെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് വിട്ടിട്ടുള്ളൂ. കസാക്കിസ്ഥാന് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനായിട്ട് വലിയ റോളൊന്നുമില്ല. നമ്മുടെ ഫസ്റ്റ് ബ്രിട്ടീഷ് സ്പേസ് വാക്കറില്ലേ ടിം പീക്സ്, 2016 ടിം പീക്സ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ഇവിടെ വന്ന് ലാൻഡ് ചെയ്തത്. അന്ന് ഞാൻ BBC ഈ ന്യൂസൊക്കെ കണ്ട് ഇതിങ്ങനെ കണ്ടതൊക്കെ ഓർമ്മയുണ്ട്. പക്ഷേ അന്നൊന്നും ഇതിലേ വരുന്നു പോലും സ്വപ്നത്തിൽ പോലും ആലോചിച്ചില്ല. ഇതിങ്ങനെ കാണാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യം. പിന്നെ ഇതിലേ പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വിജനമായ മരുഭൂമി പോലെയാണ് നമുക്ക് തോന്നുക. പക്ഷേ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഈ സ്പേസ് ഷട്ടിൽ വരണ സമയത്ത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ഇവിടെയാണ് സ്പേസ് ഷട്ടിൽ വന്ന് ലാൻഡ് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് ആൾക്കാരെ ട്രാൻസ്ഫർ ചെയ്യുക. 2 പേരൊക്കെ ഉണ്ടാവുള്ളൂ ഒരു സ്പേസ് ഷട്ടിലിൽ. Touchdown approaching any second now, I think. There it goes. The rockets went off, breaking the fall. The capsule is down. Minutes later, the whole fleet was on the ground, and the 3 spacemen started to be pulled out of the capsule. After 6 months without any feeling of weight, they were too weak to walk. Our first sight of Tim Peake, looking happy. His mission has gone well. Tim, David Shukman, welcome back to planet Earth. Great to see you looking so well. Just tell me how you're feeling right now. Just truly elated. I mean, just the smells of Earth. ഇതാണ് ഇവിടുത്തെ ബ്യൂട്ടി. ആ സ്കൈയും ക്ലൗഡും എല്ലാം കൂടി കാണുമ്പോഴേ ഈ ഹൈവേ ഇങ്ങനെ കിടക്കണത്
പിന്നെ ഈ മരുഭൂമിയും റെയിൽവേ ലൈൻ അതാ കാണുന്നത്. അത് ഇലക്ട്രിഫൈഡ് അല്ല കേട്ടോ, അത് ഡീസൽ വെച്ചാൽ പോണത്. ഇവരൊരിക്കലും ഇലക്ട്രിക് കാറുകളും പ്രൊമോട്ട് ചെയ്യാൻ പോണില്ല, അടുത്തെങ്ങും ഇലക്ട്രിക് ട്രെയിനും വരാൻ പോണില്ല ഇവിടെ. കാരണം ഡീസലൊക്കെ ഇവർക്ക് അതുമാതിരി ഫ്യൂവൽ ഉള്ളതുകൊണ്ട് ഇവിടെ അങ്ങനെ ഇലക്ട്രിക് കാർ ഒന്നുപോലും കണ്ടില്ല. ഇതുമാതിരി പെട്രോളിയം സ്റ്റോറേജ് കേന്ദ്രങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് ഒരു ഖബറിസ്ഥാനുണ്ട്. ഇവിടെ ഒരു റിവറുണ്ട്, അതുകൊണ്ട് കുറച്ച് പച്ചപ്പൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ജോബി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ബ്രേക്ക് എടുക്കാൻ, ഒരു കോഫി ബ്രേക്കിന് വേണ്ടിയാ വന്നേ. ഇതാണ് കസാക്കിസ്ഥാൻ മോട്ടോർവേയുടെ പുറത്തിറങ്ങി നിന്നിട്ടുള്ള സൗണ്ട് എല്ലാം കണ്ടോ. അപ്പം നമ്മൾ ഈ മോട്ടോർവേ കയറാൻ പോവാ. M32 ആണ് ഇത്, ബ്രിസ്റ്റോളിലുള്ള മോട്ടോർവേ ഇല്ല, അതേമാതിരി തന്നെ M32. അപ്പം നമ്മുടെ സ്പോൺസർ ഇവിടെ ഉണ്ട്, A1 ഫർണിച്ചർ. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള തേക്കിൻ്റെ എല്ലാ ഫർണിച്ചറും ഈ A1 ഫർണിച്ചറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ കോഫി ബ്രേക്ക് കഴിഞ്ഞിട്ട് യാത്ര വീണ്ടും തുടങ്ങി. ഇപ്പോൾ ഇവിടെ സമയം 5 മണിയാവണം. അപ്പോഴേക്കും 34 ഡിഗ്രി ടെമ്പറേച്ചറായിട്ട്. ഇനി നൈറ്റിൽ പതുക്കെ ഇത് ഇങ്ങനെ കുറഞ്ഞ് വരും, പിന്നെ വീണ്ടും കൂടും. അപ്പോൾ ഇന്ന് നമ്മൾ കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ബോർഡറിലേക്കാണ് പോണേ. പറ്റിയാൽ ഉസ്ബെക്കിസ്ഥാൻ ബോർഡർ ക്രോസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട് ഉസ്ബെക്കിസ്ഥാനിൽ, അത് എവിടെയാണെന്നൊന്ന് അന്വേഷിക്കണം. എന്നിട്ട് പറ്റിയാൽ അവിടെ പോകണം. അവിടെ പോയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് പോകാമല്ലോ. ഇപ്പം ഇന്ന് നമ്മൾ കോസ്മോഡ്രോം കണ്ടു, അതേപോലെ കാണാൻ പറ്റാവുന്നതൊക്കെ കണ്ട് ഇങ്ങനെ പോവാം. ഞങ്ങൾ വളരെ സ്ലോയിലാണ് പോണത്. ഇപ്പോൾ നേരെ ചൊവ്വയാകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചൈനയുടെ പകുതി എത്തിയത്. ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ കാറിൽ വരും കസാക്കിസ്ഥാനിലേക്ക്. എന്നിട്ട് അവിടെ നിന്ന് കുറേ ഷോപ്പിംഗ് ഒക്കെ നടത്തി അവരിങ്ങനെ കാറ് ഫുള്ള് നിറച്ച് അവർ കാറിൻ്റെ ടോപ്പിൽ ഒരു 3-4 പലകയൊക്കെ വയ്ക്കും. എന്നിട്ട് അവരിങ്ങനെ ഓടിച്ച് ഇങ്ങനെ കൊണ്ടുപോകും. ഇവിടെ കുറച്ച് പച്ചപ്പൊക്കെ കാണുന്നുണ്ട്, അതായത് ഏതോ നദി ഇതിലെ ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് പശുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒട്ടകങ്ങളില്ല. ഇപ്പം ഞങ്ങൾ കസാക്കിസ്ഥാൻ്റെ ഒരു സിം കാർഡ് എടുത്തിട്ടുണ്ട്. അത് ഈ ഗ്രാമങ്ങളുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് 4G സിഗ്നൽ കിട്ടും. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ സിഗ്നൽ ഇങ്ങനെ വീക്കായി നോ സിഗ്നൽ കാണിക്കും. ചൈനയിൽ നിന്ന് വരുന്നുണ്ട് കുറേ കാർ ട്രാൻസ്പോർട്ടേഷൻ. കമാസിൻ്റെ ട്രക്കുകൾ, റഷ്യൻ ട്രക്കുകളും ഓടുന്നുണ്ട് പഴയത്. പിന്നെ മാൻ്റെയും വോൾവോയുടെയും ട്രക്കാവും ഇവിടെ പിന്നെ ഉള്ളൂ. മെഴ്സിഡീസ് ബെൻസ് ഒന്നും ഇല്ല. ഇവിടെ കസാക്കിസ്ഥാൻ്റെ ബെറ്റർ റോഡുകളും ബെറ്റർ വീടുകളും ഉള്ള ഒരു സിറ്റി കൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നല്ല സ്റ്റാൻഡേർഡായി കാര്യങ്ങൾ. ഇവിടെ ഹൗസസും ബെറ്റർ ഹൗസസാണ്. പിന്നെ ഒരുപാട് വലിയ സിറ്റിയാണ്. ജസുലാൻ, നൈസ് മീറ്റ് യു ജസുലാൻ. ജസുലാൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു നല്ല തനിമതൻ ആപ്പിൾസ്, ഹോം മെയ്ഡ് ആപ്പിൾ. യെസ്, ഫ്രം ഹിയർ ഹോം. യെസ്, നൈസ് ആപ്പിൾ. ഓക്കെ, ഇത് ജസുലാന്റെ വൈഫ്, 3 ചിൽഡ്രൻ. ഇവൻ ഉടുപ്പില്ലാണ്ടാണ് ഓടി വന്നത്. നമ്മള് 4 children. Where is other one? In a house, yes. Okay, yeah. Oh, sleeping. The little one? Oh, tiny baby. Oh, okay. Okay. ഇവിടെ ടർക്കിസ്ഥാനിലെ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം കേട്ടോ. അതുകൊണ്ട് വെരി ഈസിയാണ്. നോ ഗൂഗിൾ ട്രാൻസ്ലേഷൻ. In North, we need to use always Google Translation. Google Translation. ഇവിടെ ഒരു ഇന്ത്യൻ ഗസ്റ്റ് ഉണ്ടെന്നാ പറഞ്ഞേ. ഓ, ഇതൊരു സ്പെഷ്യൽ കട്ടിംഗ് ആണല്ലോ. ഓ യെസ്, ഓക്കെ, താങ്ക് യു.
താങ്ക് യു. Yeah, very nice. Very nice. Yes. Yeah, it's from Turkestan. Turkestan. Yes. Made in Turkestan. Yes, yes. Not imported one. Yes. Very nice. Это Apple House. Yeah, from your home. Yeah, we seen green and red. I'm not seeing white. ഇവിടുത്തെ ലോക്കൽ ആപ്പിളാ. അലീഷ. Okay. School. Yes. Okay. School. Yes. Okay. Yeah. Yes. Indian. Там много Turkestan. Indian. Yes. Lot of Indians. Yes. Yes. Okay. Yes. This is very tourist city. Is it? Yeah. Okay. Yes.